ഓണം എല്ലാ സമയത്തും തിരുവോണം നക്ഷത്രത്തിനേ വരൂ. അതെ, തിരുവോണം നക്ഷത്രം എപ്പോഴും മകരക്കൂറിലാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? തിരുവോണം നക്ഷത്രക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. ഉടനെ കഴിഞ്ഞ വർഷത്തെ ഓണവും ഈ വർഷത്തെ ഓണവും ഒരു ഭരണാധികാരിയുടെ തലതിരിഞ്ഞ നയം മൂലം കുറച്ച് ആൾക്കാർക്ക് പലവിധ കാരണങ്ങളാൽ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അതിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നാളുകളൊക്കെ വരും. ചില നാളുകൾ അവർക്കിപ്പോൾ ശരിയല്ല. ഇപ്പോൾ നമ്മളിവിടെ പകലാകുമ്പോഴത്തേ അമേരിക്കയിലുള്ളവർക്ക് ഇപ്പോൾ രാത്രിയാണ്. ഇത് പകലാക്കാനൊന്നും രക്ഷയില്ല അല്ലേ. അപ്പോൾ അതുപോലത്തെ അവസ്ഥയിലുള്ള ചില നാളുകാർ കാണും. പിന്നെ ആ ഓണം വന്നു കഴിഞ്ഞാൽ അന്ന് എല്ലാ സ്ഥലത്തും ഊഞ്ഞാൽ കിട്ടും. എല്ലായിടത്തും എല്ലാ വീട്ടിലും ഊഞ്ഞാൽ കാണും. ഊഞ്ഞാലാടാം. ഇന്ന് ഊഞ്ഞാലാടുന്ന പിള്ളേർ വല്ല പാർക്കിലും പോയി ഊഞ്ഞാലാടാം. പുതിയൊരു ചിങ്ങമാസം കൂടെ വന്നിരിക്കുകയാണ്, പുതിയൊരു ഓണക്കാലം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ശ്രീനിവാസ പൈ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ചിങ്ങമാസം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ കാലഘട്ടമാണ്. അപ്പം ഈ ചിങ്ങമാസത്തിന് ശേഷം ഏതെങ്കിലും നക്ഷത്രക്കാർക്ക് കൂടുതൽ സമൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കൂടുതൽ സമൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടോയെന്ന് ജ്യോതിഷപരമായിട്ട് എൻ്റെ ഗുരു പറഞ്ഞു തന്നതനുസരിച്ച് 2 ഗ്രഹങ്ങളാണ് പൊതുവിൽ ആൾക്കാരെ സ്വാധീനിക്കുന്നത്. ഒന്ന് ശനി, 2 വ്യാഴം. ആ 2 ഗ്രഹങ്ങളാണ് സ്വാധീനിക്കുന്നത്. ഇപ്പോൾ മീനശനിയാണ്. ഇപ്പോൾ ഒരു പരമ്പരാഗതമായിട്ട് ജ്യോതിഷം എഴുതുന്ന ഒരാളാണെങ്കിൽ, ജാതകം എഴുതുന്ന ആളാണെങ്കിൽ കലി സമയം എഴുതും. 18 ലക്ഷത്തി സംതിങ് ആണ് കലിദിനം. മീനശനി, മിഥുന വ്യാഴം, കൊല്ലവർഷം 1201 ആണ്ട് ചിങ്ങമാസം ഇത്രാം തീയതി എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതിൽ മീനശനി നിൽക്കുന്നു, മിഥുന വ്യാഴം നിൽക്കുന്നു, അത് കേന്ദ്രങ്ങളിൽ നിൽക്കുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഫലങ്ങൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓണം എല്ലാ സമയത്തും തിരുവോണം നക്ഷത്രത്തിനേ വരൂ. തിരുവോണം നക്ഷത്രം എപ്പോഴും മകരക്കൂറിലാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? തിരുവോണ നക്ഷത്രക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. ഉടനെ ഇല്ല. വിഷുവോടുകൂടി മാറ്റങ്ങളുണ്ടാവും. വിഷുവോടുകൂടി കുറച്ചുകൂടി നല്ല മാറ്റങ്ങളുണ്ടാവും തിരുവോണ നക്ഷത്രക്കാർക്ക്. ഇപ്പോൾ ഇത് വെച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാർത്തിക, രോഹിണി, മകയിരം, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം അത്രയും ആൾക്കാർക്ക് കുറേ പ്രയോജനം ചെയ്യും. മകംപുരം, ഉത്രാത്തം, ചിത്തിരക്കാർക്ക് പ്രയോജനം ചെയ്യും. ചിത്രജ്യോതി, വിശാഖം ഒരു പരിധിവരെ പ്രയോജനം ചെയ്യും. മൂലം, പുരാടം, ഉത്രാടം വ്യാഴത്തിൻ്റെ ഇത് വെച്ച് പ്രയോജനം ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിട്ടം, ചതയം, പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി ആ നാളുകാർക്ക് വ്യാഴം വെച്ച് അനുകൂലമാകും. പക്ഷേ അപ്പോഴും ശനിയുടെ എഫക്റ്റുള്ള കുറച്ച് നാളുകളുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാ നക്ഷത്രവും പറഞ്ഞു കഴിഞ്ഞു. അല്ല, എല്ലാ നക്ഷത്രവും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഒരു 9 നക്ഷത്രം വിട്ട് കാണും. മനസ്സിലായി? ആ 9 നക്ഷത്രം കുറച്ച് അനുകൂലമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ ശുഭാപ്തി വിശ്വാസം കൊണ്ടുവരിക, രക്ഷപ്പെടുക. പക്ഷേ പൊതുവേ നമ്മൾ കേൾക്കുന്നത് ചിങ്ങമാസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സമൃദ്ധിയുടെ നാളുകളാണ്, എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകുമെന്നാണല്ലോ. അപ്പം അതനുസരിച്ച് എല്ലാ നക്ഷത്രക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകില്ലേ? എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകുമെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ചിങ്ങമാസം കഴിഞ്ഞ് ആ ഒരു ഇതിൽ ക്യാഷ് ഫ്ലോ കുറച്ച് ഇതാകുന്ന കൊണ്ട് ഉണ്ടായി എന്നൊക്കെ പറയാം. ഇപ്പോൾ എത്രയോ പേര് വിദേശത്ത് ലേബർ ക്യാമ്പിൽ ലീവ് കിട്ടാണ്ട് ഉണ്ടെന്നറിയാമോ? ലീവ് കിട്ടിയിട്ടില്ല. അവർക്ക് ഓണം കഴിഞ്ഞ് ലീവ് കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ഓണം? അവർ പല നാളുകാരുണ്ട്. മലയാളികൾ പലയിടത്തുള്ള കുറേ പേരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അവർ ലീവ് ചോദിച്ചിട്ട് 2-3 വർഷമായിട്ട് ഓണത്തിന് നാട്ടിൽ വരാൻ പറ്റാണ്ട് ലീവ് ചോദിച്ച ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. അടുത്ത മാസമേ ലീവ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ അനുഭവിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരുടെ മാത്രം ഭൂരിപക്ഷം ആൾക്കാർക്കും നല്ലതാണ്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് പലവിധ കാരണങ്ങളാൽ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അതിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നാളുകളൊക്കെ വരും. ചില നാളുകൾ അവർക്കിപ്പോൾ ശരിയല്ല. ഇപ്പോൾ നമ്മളിവിടെ പകലാകുമ്പോഴത്തേ അമേരിക്കയിലുള്ളവർക്ക് ഇപ്പോൾ രാത്രിയാണ്. ഇത് പകലാക്കാനൊന്നും രക്ഷയില്ല അല്ലേ. അപ്പോൾ അതുപോലത്തെ അവസ്ഥയിലുള്ള ചില നാളുകാർ കാണും, ചില മനുഷ്യർ കാണും. അവരുടെ ചില നാളുകൾ ഇതിൽ ഉൾപ്പെട്ടതായിരിക്കും. പക്ഷേ എവിടെയാണെങ്കിലും മലയാളികൾ സദ്യയൊക്കെ വെച്ച് ഓണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുകയാണ് ചെയ്യാറ്. സാധിക്കാത്ത ആൾക്കാരുണ്ടെന്നേ. സാധിക്കാത്ത ആൾക്കാരും കുറേ അധികം പേരുണ്ട്. പച്ചക്കറി കിട്ടണ്ടേ?
ഇത് ചെയ്യണ്ടേ. ഇപ്പൊ അമേരിക്ക, ഇപ്പൊ നിസാരം പറയാം, അമേരിക്കയിൽ ഒരുമാതിരി സാധനങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഇപ്പോഴത്തെ ഈ വ്യാപാര ബന്ധം വെച്ച് ഇപ്പൊ എന്തിനൊക്കെയാണ് അവര് തിരുവച്ചിരുത്തിയെന്ന് അറിയാൻ പറ്റുക. എന്തൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണവും ഈ വർഷത്തെ ഓണവും ഒരു ഭരണാധികാരിയുടെ തലതിരിഞ്ഞ നയം മൂലം അമേരിക്കയിലുള്ളവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാഴയിലെയും അതും ഇതൊക്കെ, അവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നറിയില്ല ഭൂമിശാസ്ത്രപരമായിട്ട്. പക്ഷേ ഇവിടെ നിന്ന് കായ്പരി ഇതൊക്കെ പോയത് അവിടെ 50% തീരുവ ഇത് ചെയ്തത് അവരുടെ ഓണം കൈകൊള്ളുന്ന ഓണമായിരിക്കും അല്ലേ? എനിക്കറിയില്ല അവിടെയുള്ള ആരോടും. മലയാളികൾ ഇനി എത്ര പൈസ മുടക്കി കഴിഞ്ഞാലും സദ്യ ഇനി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കഴിക്കും. അത് കഴിക്കും. ഓണത്തിന് സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കും. പക്ഷേ ഞാനിപ്പോ എൻ്റെ മനസ്സിലെ വിചാരങ്ങൾ അമേരിക്കയിൽ ഈ ഇപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരിയുടെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ തലതിരിഞ്ഞ നയം മൂലം വളരെയധികം ആൾക്കാർ ലേ ഓഫ് ചെയ്യപ്പെടുന്നുണ്ട്. കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്യും, മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ ഇത് നല്ല രീതിയിൽ സമൃദ്ധി, അമേരിക്ക എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ നാളുകളെന്ന് പറഞ്ഞ ഇതിൽ ഞാൻ പറയുന്നത് രാഷ്ട്രീയപരമായ അനിശ്ചിതത്വമുള്ള നാടുകളിൽ വസിക്കുന്നവർ, അത് ഏത് നാളുകാരാകട്ടെ എന്താകട്ടെ, അവർക്ക് ഈ വർഷത്തെ ഓണം സുഭിക്ഷമാകണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം കാനഡ ഒരുമാതിരി ശരിയായെന്ന് തോന്നുന്നു. പക്ഷേ അമേരിക്കൻ നാടുകളിലുള്ളവർക്ക് കുറേയധികം, പ്രത്യേകിച്ച് ആ അധികത്തീരുവ ചിങ്കം ചകത്തി ഇത് ചെയ്തുകൊണ്ടല്ലോ പല രാഷ്ട്രങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിൽ, അവിടെയുള്ള സാധാരണക്കാർ അന്നന്നത്തെ ഇതിന്, അത് ചിലപ്പോൾ IT പ്രൊഫഷണൽസ് ആയിരിക്കാം, അല്ലാണ്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അവർക്കൊക്കെ ഒരു പൊള്ളുന്ന ഓണം ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. നക്ഷത്രം വെച്ച് നോക്കിയാലും ഇല്ലെങ്കിലും കുറച്ചധികം ആൾക്കാരുടെ വ്യക്തിപരമായുള്ള ഫീഡ്ബാക്ക് വെച്ചാണ് ഞാനീ പറയുന്നത്. അവർ ഈ ഓണക്കാലത്ത് തന്നെ അവിടുത്തെ പല സ്ഥാപനങ്ങളും ലേ ഓഫ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങയുടെ ഓണക്കാലത്തെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു പഴയ കാലത്തേക്ക്? നമുക്ക് പഴയ കാലത്തെ ഓണക്കാലം അടിപൊളിയല്ലേ. ഓണക്കോടി കിട്ടും. പിന്നെ ആ ഓണം വന്നു കഴിഞ്ഞാൽ അന്ന് എല്ലാ സ്ഥലത്തും ഊഞ്ഞാല് കിട്ടും. എല്ലായിടത്തും എല്ലാ വീട്ടിലും ഊഞ്ഞാല് കാണും. ഊഞ്ഞാലാടാം. ഇന്ന് ഊഞ്ഞാലാടുന്ന പിള്ളേർ വല്ല പാർക്കിലും പോയി ഊഞ്ഞാലാടണം. ഞാൻ കഴിഞ്ഞ ദിവസം കരുമാടി പോയപ്പോൾ അവിടുത്തെ ഒരു കാമപുരത്ത് കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള മരത്തിൽ ഊഞ്ഞാല് കിട്ടി, അതിലിരുന്ന് ആടിയായിരുന്നു. പിന്നെ അവിടെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കക്ക കളിക്കും. കക്കയില്ലേ, നമ്മൾ ഈ നീറ്റ് കക്ക ഇറച്ചി എടുക്കണ കക്ക എടുത്തിട്ട് 4-5 അത് ഓരോ അളവുണ്ട് എടുത്തിട്ടിട്ട് എറിഞ്ഞ് ഇങ്ങനെ കളം വരച്ചിട്ട് 9x9 ആ കളം വരച്ച് കളിക്കും. അതുപോലെ ആ കളത്തിൽ പകിട കളി. പിന്നെ ചിലരൊക്കെ ചീട്ട് കളിക്കും. അപൂർവം. എനിക്ക് ചീട്ട് കളി വലുതായിട്ട് അറിയില്ല. ഞാൻ പകിട കളി ആസ്വദിച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് ഈ പകിട കുറേ പേര് പത്തായത്തിൽ നിന്ന് പുറത്തെടുക്കും. എന്നിട്ട് ആ ചിങ്ങമാസത്തിൽ ആ 10 ദിവസവും അടിച്ചു പൊളിച്ച് ഇത് ചെയ്യണം. അന്ന് TV ഒന്നും ഇല്ലല്ലോ. TV ഒന്നുമുള്ള ആകെ ഉള്ളത് ഈ ചില വാരികകളും പിന്നെ പേപ്പറിലൊന്നും ആസാദ്യകരമായതൊന്നും കാണുകയില്ല. വാരികകളാണ് കുറച്ച് എന്തെങ്കിലും നല്ല കഥകളൊക്കെ ഉള്ളത്. പിന്നെ ആൾക്കാർക്ക് ഇങ്ങനത്തെ മാർഗങ്ങളാണ്. ഓണക്കളികളാണ് കൂടുതലും. ഓണക്കളികളാണ്. ഈ ഓണത്തിന് എല്ലാ ക്ലബ്ബുകാരും പല ക്ലബ്ബുകൾ കാണും. ഈ ക്ലബ്ബുകളുടെ കലാകായിക മത്സരങ്ങൾ ഇതൊക്കെ നാട്ടുകാരുടെ അടുത്ത് പിരിവാണ്. എന്നിട്ട് അവർ ദോഷം പറയരുത്, ഇവർ കൂപ്പൺ തരും ഇത്ര രൂപയെന്ന്. എന്നിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് തലയണ അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ ഓഫർ വയ്ക്കും. ഇപ്രാവശ്യം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു നാടുകളിലൊക്കെ, നാട്ടിൻപുറങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കോൺട്രിബ്യൂഷൻ സംഭാവന കൊടുക്കുന്ന ആൾക്കൊരാശ, ഇതിൽ എന്തെങ്കിലും ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലേ ഒരു തലയണയോ ഒരു വിശറിയെങ്കിലോ കിട്ടുമെന്ന് വിചാരിച്ചു ആഘോഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ എല്ലാ വിഭാഗം കുട്ടികളെയും ഉൾപ്പെടുത്തി പലവിധ ഇത് മിഠായി പെറുക്കൽ, നാരങ്ങ ഇത്, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, ആനയ്ക്ക് വാല് വെക്കൽ, ഉറിയടി പിന്നെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോട് അനുബന്ധിച്ചാണ്. അപ്പം കടിക്കലുണ്ടായിരുന്നു, കണ്ണടച്ചിട്ട് അപ്പം കടിക്കൽ, അങ്ങനത്തെ കുറെ പരിപാടികൾ ഈ ഓണസമയത്തുണ്ടാകുന്നത്. ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് കൂടുതലും ഈ ഉറിയടി പിന്നെ വടംവലി ഇതൊക്കെയാണ്. വടംവലിയുണ്ട്. വടംവലി പിന്നെ ഈ വള്ളംകളി പലയിടത്തും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഉത്രട്ടാതി വള്ളംകളി ആറന്മുളയിലുണ്ടെന്ന് പറയുന്നത്, അത് ഓണത്തിനോടനുബന്ധിച്ചുള്ള വള്ളംകളിയാണ്. വള്ളംകളി പലയിടത്തും ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ ഓണം സജീവമാണ്. നഗരങ്ങളിൽ വിപണികളിൽ ഓണം സജീവമാണ്. ഇപ്പോൾ ഒരു പാലട കുടിക്കണം അല്ലെങ്കിൽ അടപ്രഥമം കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ പോയാൽ മതി. ഏത് തരത്തിലുള്ള പായസവും അവിടെ കിട്ടും. പിന്നെ പലയിടത്തും കഴിഞ്ഞതിന് 3-4 വർഷം മുമ്പ് ഞങ്ങൾ ഓണം തിരുവോണത്തിൻ്റെ അന്ന് തിരുവനന്തപുരത്തായിരുന്നേ. അവിടെ എന്തോ ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം. അവിടെ ചെന്നിട്ട് അന്ന് ഞങ്ങൾ ഓണസദ്യ കിട്ടിയില്ല. നമ്മൾ വിചാരിച്ച് കുറേയധികം ഹോട്ടലുകളിൽ ചെന്നാൽ ഓണസദ്യ കിട്ടുന്നു, പക്ഷെ ഓണസദ്യ കിട്ടിയില്ല. ലാസ്റ്റ് ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ സാധാരണ രീതിയിൽ പ്ലേറ്റിനകത്ത് ഊണ് വാങ്ങിച്ച് നമ്മൾ വിചാരിച്ച് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ പല ഹോട്ടലുകളുണ്ട് ഓണസദ്യ കഴിക്കാമെന്നാണ്. പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം.
പല ഹോട്ടലുകളിലും അന്ന് അവിടെ സപ്ലൈ ഇല്ല. ഈ ബുക്ക് ചെയ്തവർക്ക് ഇല ഉൾപ്പെടെ കിറ്റായിട്ട് കൊടുക്കണം. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് സദ്യ ഇന്നത്തെ കാലത്ത് ഓണസദ്യ തന്നെ ഏകദേശം 400-500 തൊട്ടാണ് സ്റ്റാർട്ടിങ് തന്നെ. അത് ഇത്ര പേർക്ക് ഒരാൾക്കല്ലല്ല. ചിലയിടത്ത് ഇങ്ങനെ എന്താണ് 1000 രൂപ 1500 രൂപയ്ക്ക് 3 പേർക്കുള്ള ഇതായിട്ടൊക്കെ കിട്ടും. ഇത്രയും സാധനങ്ങൾ വീടുകളിൽ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കാൻ അറിയുന്നവർ വേണം. ഇപ്പോൾ ക്യാപ്സ്യൂള് കുടുംബങ്ങളാണ് അല്ലേ, എത്ര കുടുംബങ്ങൾക്ക് ഇതുണ്ടാക്കാൻ ഈ വിഭവങ്ങളൊക്കെ. ഇപ്പൊ പുളിയിഞ്ചി ഉണ്ടാക്കാൻ അറിയുന്ന എത്ര പേരുണ്ട്? പുളിയിഞ്ചി, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, കായ, ശർക്കര വരട്ടി, അങ്ങനെ കുറെ സാധനങ്ങൾ. ഒരു ദിവസത്തെ തന്നെ പണിയാണ്. കാളൻ, നോലൻ, അവിയൽ, അത് ഇതൊക്കെ ഉണ്ടാക്കണം. ഇതൊക്കെ ഒരു വീട്ടമ്മേനെ കൊണ്ടല്ലേ ആ വീട്ടിലെ അച്ഛനും അമ്മ 2 മക്കളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചില കുടുംബങ്ങൾ, പരമ്പരാഗതമായിട്ടുള്ള കുടുംബങ്ങൾ, അവർ കൂട്ടുകുടുംബത്തിൽ ഇത് ചേർന്നിട്ട് അവരുണ്ടാക്കുന്നുണ്ട്. അത് ഓണാഘോഷം നല്ല രീതിയിൽ തൂശനിലയൊക്കെ ഇട്ട് അപൂർവമായ കുടുംബങ്ങളിൽ ഇത് അവർ വിധിപ്രകാരം തന്നെ ചെയ്യുന്നുണ്ട്. മുമ്പത്തെ ദിവസം തന്നെ അതൊക്കെ അവർ നാച്ചുറലായിട്ട് അരി ഇത് ചെയ്തിട്ട് അടയുണ്ടാക്കുന്ന കുടുംബങ്ങളുണ്ട്. അതൊക്കെ അറിയാം. പക്ഷെ അല്ലാത്തവർക്ക് ഇങ്ങനത്തെ കാറ്റേഴ്സ് തന്നെയാണ് ശരണം. ഈ കൊങ്ങിണി പ്രകാരം എങ്ങനെയാണ് സദ്യകളൊക്കെ? കൊങ്ങിണി പ്രകാരം ശരിക്കും സാധാരണ ഞങ്ങൾക്ക് തിരുവോണത്തിൻ്റെ അന്ന് സാധാരണഗതിയിൽ പൂണൂല് മാറ്റുന്ന ദിവസമായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം നേരത്തെ കഴിഞ്ഞു. ഈ ശ്രാവണ മാസത്തിൽ വരും ചിലപ്പോൾ. ഇപ്പൊ ഭാദ്രപദ മാസം തുടങ്ങിയല്ലോ. ശ്രാവണ മാസത്തിലെ പൗർണമിയുടെ അന്ന് ഞങ്ങൾക്ക് പൂണൂല് മാറ്റുന്ന ചടങ്ങ്. അത് മിക്കപ്പോഴും ഈ ഓണത്തിനോടനുബന്ധിച്ച് ഓണത്തിന്റെ ഇതാണ് കാര്യം. ശ്രാവണ മാസം എന്ന് പറഞ്ഞാൽ തിരുവോണം നക്ഷത്രത്തിന്റെ അന്ന് വെളുത്തവാവ് വരുന്ന ദിവസം. ശ്രാവണം എന്ന് പറഞ്ഞാൽ തിരുവോണമാണ്. അപ്പോൾ മിക്കപ്പോഴും തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് പൂണൂല് മാറ്റുന്നത് ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപൂർവം, ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ 2-3 വർഷം അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ദിവസം രാവിലെ അരിയാഹാരം ഒന്നും കഴിക്കാൻ പറ്റുകയില്ല. എന്നിട്ട് ഈ പൂണൂല് മാറ്റുന്ന ചടങ്ങിന് പോയിട്ട് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനും കിട്ടു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കിട്ടു എന്ന് പറഞ്ഞാൽ ഈ പ്ലാവിലയില്ലേ, പ്ലാവില കുമ്പിളുണ്ടാക്കും 4 പ്ലാവില വെച്ചിട്ട്. എന്നിട്ട് അതിനകത്ത് ഈ ഇഡ്ഡലി മാവ് തന്നെ, പക്ഷെ അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, ജീരകം ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് ഈ കുമ്പിളത്തിന് ഇതിനകത്ത് വെച്ച് ഈ പ്ലാവില അപ്പോൾ ആ ഈർക്കിൽ വെച്ചാണ് അത് കോർക്കുന്നത്. അത് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. കാര്യം ആ മാവ് പോകാത്ത രീതിയിലാണ്. എന്നിട്ട് ഇത് ഇഡ്ഡലി തട്ടി വെച്ച് വേവിക്കും. ഇപ്പോഴീ കാർവാർ ഭാഗത്തുള്ള ഇതിൽ എന്ത് വിശിഷ്ട സദ്യക്കും ഈ കിട്ടുവിൻ്റെ ഒരു കഷ്ണം ആദ്യം അവർ വിളമ്പും. വിനായക ചതുർത്ഥിക്ക് പോലും അതവർ ചെയ്യും. അതാണ്. പിന്നെ നമ്മുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ അമ്പട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അമ്പട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗോവയിലൊക്കെ പറഞ്ഞാൽ ഒരു കറി എന്നുള്ളതാണ് അതിന്റെ പേര്. പക്ഷെ ഞങ്ങൾ ഇവിടെ കൊങ്ങിണിമാര് അമ്പടെന്ന് പറയും. 2ആണ്, കേളയ അമ്പട്ട്, അമ്പൂസ് അമ്പട്ട്. കേള എന്ന് പറഞ്ഞാൽ പഴം, അമ്പൂസ് എന്ന് പറഞ്ഞാൽ പുളിയുള്ളത്. അപ്പൊ കേളയ അമ്പട്ടെന്ന് പറയുന്നത് ഏത്തപ്പഴം, കടലപ്പരിപ്പ്, ശർക്കര, തേങ്ങ ചിരകിയത്, അതിൽ കടുക് വറുക്കും. ഈ സാധനം കടുക് വറുത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കണം. കടുക് വറുക്കണ കരിയാണ്. പിന്നെ ഈ അമ്പൂസ് അമ്പടം എന്ന് പറഞ്ഞാൽ അതിൽ കാച്ചില്, ഇളവൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇത് മോരും ഇട്ടിട്ടുണ്ടാക്കും. പിന്നെ ഞങ്ങൾ തീയലെന്ന് പറഞ്ഞാൽ സാധാരണ ഇതുണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ. മലയാളി തീയലല്ല, വേറൊരു രീതിയിൽ വറുത്തരച്ച് അങ്ങനെ ചേന അല്ലെങ്കിൽ ചേന ഇതുണ്ടാക്കിയിട്ട് കടലയൊക്കെ ഇട്ടിട്ട് തീയലുണ്ടാക്കും. ഞാൻ പാചകത്തിൽ അത്ര ഇതൊന്നുമില്ല, വൈഫ് നന്നായിട്ടുണ്ടാക്കും. ഇതൊക്കെയാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഇത്. പക്ഷേ ഞങ്ങളും ഇപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ശരിക്ക് കൊങ്ങിണിമാരുടെ ഇതിനകത്ത് അവിയലെന്നുള്ളതില്ല, എൻ്റെ അറിവിൽ അവിയലെന്നുള്ളതില്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങി. അമ്പട, സുക്ക, ഗശി, വൽവല, എളിശ്ശേരി ഇതൊക്കെ ആദ്യമായിട്ട്. എളിശ്ശേരി അതാണ് ഇത് പറയുന്നത്. എളിശ്ശേരി എന്ന് പറയുന്നത് ചേന, കാച്ചില്, കായ അതൊക്കെ ഇട്ടിട്ട് ചെറുപയറും ഇട്ടുണ്ടാക്കും എളിശ്ശേരി. അപ്പോൾ ഇത് കൊങ്ങിണിമാരുടെ ഇതിൽ തനത് സ്വാദാണ്. ഇപ്പോൾ ചിലയിടത്ത് ഇപ്പോൾ ഞങ്ങളുടെ ഇതിൽ GSB ഫുഡ് മേള നടത്തുന്നുണ്ട്. ഈ ഇടയ്ക്ക് ചേർത്തല നടത്തിയിരുന്നു. ആഗസ്റ്റ് 15-നാണെന്ന് തോന്നുന്നു ചേർത്തല നടത്തിയത്. അത് തനത് വിഭവങ്ങളാണ്. നമ്മുടെ ഇതിൽ തനതായ ഭക്ഷണ പദാർത്ഥം, അത് ആരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. 2 ഞങ്ങളുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് അരിയാഹാരം കുറച്ചേ കഴിക്കാവുള്ളൂ. ശരിക്കും ഒരു നേരേ ഉണ്ണാവുള്ളൂ. കൂടുതലും പലഹാരമല്ല, ഈ കറികൾ കൂടുതലാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ സദ്യക്ക് ഓരോ സ്പൂൺ വിളമ്പുമ്പോൾ ഞങ്ങൾക്ക് കറികളായിരിക്കും കൂടുതൽ, ചോറ് കുറവാണ്. ഞങ്ങൾക്ക് ചില ഇത് വെച്ചിട്ട് ചോറ് രണ്ടാമത് വാങ്ങിക്കാൻ പാടില്ല എന്നുണ്ട്. ആദ്യം കിട്ടിയ ചോറ് വെച്ച് തന്നെ അതിൻ്റെ ഒരു പങ്ക് മാറ്റി വെക്കണമെന്നാണ്. പത്നിക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന്, മാറ്റി വെച്ചിട്ട് ബാക്കിയേ കഴിക്കാവുള്ളൂ. കറി കൂടുതൽ കഴിക്കും ഞങ്ങൾ.
അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലാകണം. ഇപ്പോൾ ഡോക്ടേഴ്സ് ഡയബറ്റിക് ഒക്കെ ആയിട്ട് പോകുമ്പോൾ പറയും കറികൾ കൂടുതൽ കഴിക്കണം, പ്രോട്ടീൻ ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കണമെന്ന് പറയും. ഞങ്ങളുടെ ആഹാര രീതി തന്നെ പയറുവർഗ്ഗങ്ങളും ഇലക്കറികളുമാണ്. ഇപ്പോൾ തുമ്പ വെച്ച് തോരനുണ്ടാക്കും. തുമ്പ വെച്ച് തോരനുണ്ടാക്കും. തുമ്പ നല്ല ടേസ്റ്റായിട്ട്. അതുപോലെ കയ്പൻ ചീര എന്ന് പറയും. അതുപോലെ തന്നെ ഈ മത്തൻ്റെ ഇല, കുവളത്തിൻ്റെ ഇല, മനസ്സിലായേ? കുമ്പളത്തിൻ്റെ ഇല വെച്ച് തോരൻ ഉണ്ടാക്കും. ഇതൊക്കെ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊക്കെ ഇലക്കറികൾ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ആധുനികമായ രീതിയിൽ ഇത് വന്നിട്ട് മാറി. ഇപ്പോഴും നമ്മളും ഇപ്പം എൻ്റെ വൈഫൊക്കെ ഈ കാളനോലിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. മലയാളി ഇതനുസരിച്ചുള്ള വിഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങൾ വേറെയാണ്. അത് ചിലർക്ക് എല്ലാവർക്കും സൂഹിക്കണമെന്നില്ല. അപ്പം ഞങ്ങളുടെ കല്യാണങ്ങൾക്കാണെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വിഭവങ്ങളായിരിക്കും. അപ്പം ഞങ്ങളുടെ വിഭവങ്ങൾ ചിലർ ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന പച്ചരിയാണ്. ഉണക്കലരി വളരെ ഈ ചാക്കരിയൊക്കെ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുള്ളൂ. കാര്യം അതൊന്നും പൂജയ്ക്ക് എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു പ്രാവശ്യം വേവിച്ച അരി എടുക്കുകയില്ല. കാര്യം ചാക്കരിയൊക്കെ ഒന്ന് വേവിച്ചതാണല്ലോ, നെല്ല് അതൊന്നും എടുക്കില്ല. നാച്ചുറലായിട്ടുള്ള പച്ചരി അല്ലെങ്കിൽ ഉണക്കലരിയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് പരമ്പരാഗതമായിട്ട് ആ ടേസ്റ്റ് ചെയ്യണമെന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഓണ വിഭവങ്ങൾ കൊങ്ങിണിമാരുടെ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മളതും എല്ലാം നാടോടുമ്പോൾ നടുവേ ഓടിയ ഒരു വിഭാഗമാണ് ഞങ്ങളത് ആസ്വദിക്കുന്നുണ്ട്.